അന്ന് കാനായിലെ കല്യാണ വീട്ടിൽ വെച്ച് കൽഭരണികളിൽ നിറഞ്ഞു തുളുമ്പിയ പച്ചവെള്ളം വീഞ്ഞാക്കി മാറ്റിയ യേശുനാഥൻ ആ കുടുംബത്തിൽ ആനന്ദത്തിൻ്റെ ലഹരി പകർന്നു നൽകി. ഇന്ന് ലോകത്തിൻ്റെ ലഹരി തേടി ജീവിത വ്യഗ്രതയോടെ അലയുന്ന വ്യക്തിജീവിതങ്ങളും കുടുംബങ്ങളും അവരുടെ ഹൃദയത്തിൽ സ്വർഗത്തിൻ്റെ ലഹരി നിറയ്ക്കാൻ ദൈവവചനം നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന കൽഭരണികളായി ചില അമൂല്യ ജീവിതങ്ങൾ. ഒരിക്കൽ ലോകത്തിൻ്റെ ലഹരി പകർന്നു നൽകിയിരുന്ന അവരുടെ ജീവിതങ്ങൾ ഇന്ന് യേശുവിൻ്റെ വചനം വിളമ്പുന്ന കൽഭരണികളായി മാറിയിരിക്കുന്നു. ഫിയാത്ത് മിഷൻ ബൈബിൾ പ്രിന്റേഴ്സ്. നാളിതുവരെയും ബൈബിൾ അച്ചടിക്കപ്പെട്ടിട്ടില്ലാത്ത ഭാരതത്തിലെ വിവിധ ഭാഷകളിൽ വിശുദ്ധ ഗ്രന്ഥം അച്ചടിച്ച് കുറഞ്ഞ ചെലവിൽ വിതരണം ചെയ്യാൻ പരിശുദ്ധാത്മാവ് ഈ കാലഘട്ടത്തിൽ പ്രത്യേകമായി അഭിഷേകം ചെയ്തിരിക്കുന്ന മിഷനറി കൂട്ടായ്മ ഫിയാത്ത് മിഷൻ ബൈബിൾ പ്രിന്റേഴ്സ്. വിവിധ ഭാഷകളിലായി 50,000-ഓളം ബൈബിൾ കോപ്പികൾ ഓരോ മാസവും ഇവിടെ അച്ചടിക്കുന്നു. ഇന്ത്യയിലെ 12 ഭാഷകളിൽ ഇതിനോടകം ബൈബിൾ വിവർത്തനം ചെയ്ത് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. ഇനിയും മറ്റ് 7 ഭാഷകളിലായി വിവർത്തന ജോലികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. സ്വന്തം വീടിന്റെ ചുറ്റുമതിലിൽ തുടങ്ങി ഹൃദയത്തിലും
നാവിലും ദൈവവചനം രേഖപ്പെടുത്തി ലോകാതിർത്തികളിലേക്ക് സുവിശേഷവുമായി കടന്നു ചെല്ലുന്ന യുവ മിഷണറി സീറ്റ്ലി ജോർജ്. കേരള സഭയ്ക്ക് അഭിമാനമായി ഉയർന്നു വരുന്ന ഫിയാത്ത് മിഷന്റെ ധീരനായ സാരഥി. മിഷൻ തീഷ്ണതയാൽ ഇന്ന് ഈ മകൻ ജ്വലിച്ചു നിൽക്കുമ്പോൾ അതിനു പുറകിൽ മറ്റൊരു കഥയുണ്ട്. തൃശൂർ നഗരത്തിനടുത്തുള്ള ഒല്ലൂരിലെ മേച്ചേരി തറവാടിന്റെ മുറ്റത്ത് നിന്ന് തന്നെ നമുക്ക് ആ കഥ കേട്ടു തുടങ്ങാം. പാരമ്പര്യമായി തന്നെ ബിസിനസ് രംഗത്തും കാർഷിക രംഗത്തും സജീവമായിരുന്നു മേച്ചേരി ജോർജും കുടുംബവും. തങ്ങളുടെ ഒരു പ്രധാന വരുമാന മാർഗമായിരുന്ന ബാർ വ്യവസായത്തിൽ നിന്നും പിന്തിരിഞ്ഞപ്പോൾ കുടുംബത്തിലേക്ക് കടന്നുവന്ന ദൈവാനുഗ്രഹങ്ങളുടെ ഘോഷയാത്രകൾ ഇവർ നമ്മോട് പങ്കുവയ്ക്കുന്നു. എൻ്റെ പേര് എൽസി, ഭർത്താവ് ജോർജ്, മേച്ചേരി വീട്, തൃശ്ശൂരിലുള്ള ഒല്ലൂരിലാണ് ഞങ്ങൾ വേണ്ടിയിരിക്കുന്നത്. ആദ്യ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് ബിസിനസ്സായിരുന്നു ആദ്യമേ തന്നെ. അതിലൊരു ഭാഗം ബാറിൻ്റെ ഉണ്ടായിരുന്നു. 3 ബാറിൽ ഷെയർ ഉണ്ടായിരുന്നു. 1986 ഭരണങ്ങാനത്ത് പോയി SCCയിൽ ഒരു ദമ്പതി ധ്യാനത്തിൽ 2 ആളും കൂടി പോയി. എന്നാലും മദ്യപാനം നിർത്താനുള്ളൊരു ആത്മധൈര്യമൊന്നും കിട്ടിയില്ല. പിന്നെ പടിപടിയായി ഓരോ ധ്യാനങ്ങൾ, അടുത്തടുത്ത് ധ്യാനം കൂടുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഓരോ കൊല്ലത്തിലും ധ്യാനങ്ങൾ കൂടും. എങ്കിലും മദ്യപാനവും ബാറിൻ്റെ നിർത്തണം എന്നുള്ളൊരു ആഗ്രഹം മുമ്പിൽ വരില്ല. ധ്യാനം കൂടാൻ സമ്മതമാണ്, അതിന് പോവും. എങ്കിലും ഇത് നിർത്തണം എന്നുള്ളതൊരു ആഗ്രഹം വന്നിരുന്നില്ല. നവീകരണത്തിൽ കടന്നു വന്ന നാൾ മുതൽ ഞങ്ങളുടെ ഫാമിലി ബിസിനസ്സിലുണ്ടായിരുന്ന ബാറ് നിർത്തുവാനായിട്ട് ഞാൻ നവീകരണത്തിൽ വരുന്നത് 8ാം ക്ലാസ്സിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയങ്ങളിൽ ഞാൻ നവീകരണത്തിൽ വന്നു. ചേട്ടൻ അതിന് മുന്നേ വന്നു. അതിന് മുന്നേ എൻ്റെ അമ്മ നവീകരണത്തിൽ വന്നു. അങ്ങനെ നവീകരണത്തിൽ വന്ന ആ സമയം മുതൽ ബാർ നിർത്താനായിട്ടുള്ള പല ശ്രമങ്ങളും നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ സംഭവിച്ചില്ല. പെട്ടെന്നാണ് ഹാർട്ടിന് അസുഖം വന്നത്. ഡോക്ടർ പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ ചെയ്യുകയാണെങ്കിൽ അതിന് ഹാർട്ട് നല്ല ഇതായിട്ടിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് വേഗം തന്നെ ഓപ്പറേഷൻ, ഒരു മുൻകരുതലൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ തന്നെ ഞങ്ങൾ തീരുമാനിച്ചു, ഈ ബാർ കൊടുക്കുകയാണെങ്കിൽ ഓപ്പറേഷൻ വിജയകരമായി നടക്കും എന്നുള്ള വിശ്വാസത്തിൽ അപ്പോൾ തന്നെ പെട്ടെന്ന് 2 ബാറ് അപ്പോൾ തന്നെ വിൽക്കാനിടയായി. അങ്ങനെ ഫാദറിന് പെട്ടെന്ന് ഒരു ബൈപ്പാസ് സർജറി നടത്തേണ്ടതായിട്ട് വന്നു, ഹാർട്ട് അറ്റാക്ക് വന്നിട്ട്. അങ്ങനെ അപ്പോളോ ഹോസ്പിറ്റലിൽ ആയിരിക്കുന്ന സമയത്ത് ഞാനും എൻ്റെ നേരെ മൂത്ത ചേട്ടൻ, അന്ന് അച്ഛനായിട്ടില്ല, അച്ഛനെ പഠിക്കാൻ പോയിട്ട് പോലുമില്ല, ബാറ്റിൽ ചേട്ടനും പിന്നെ അമ്മയും കൂടെ ബാറ് നിർത്തിയാൽ മാത്രമാണ് ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് തിരിച്ചു വരാൻ പറ്റുള്ളൂ എന്ന തരത്തിൽ സംസാരിക്കുകയും അങ്ങനെ നല്ലൊരു പ്രഷർ കൊടുക്കുകയും അങ്ങനെ ഓപ്പറേഷന് മുന്നേ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്ന സമയം മുതൽ ഓപ്പറേഷന് മുന്ന് വരെയുള്ള ആ സമയത്തിൻ്റെ ഇടയ്ക്ക് വെച്ച് ആ ബാറ് നിർത്താനുള്ള കൃപ കർത്താവ് നൽകി. എൻ്റെ പേര് ആനന്ദ് ബാറ്റ്ലി. ഞാൻ ക്രിസ്തു ജ്യോതി കപ്പുച്ചിൻ പ്രോവിൻസ് വടക്കേ ഇന്ത്യയിലുള്ളതാണ്. അതിലെ ഒരു അംഗമാണ്. ഞാനിത് കപ്പുച്ചിൻ സഭയിലേക്ക് വരാനിടയായത് ജീസസ് യൂത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ 88 ഒരു ധ്യാനത്തിൽ പങ്കെടുക്കുകയും പിന്നീട് പ്രാർത്ഥനാ ഗ്രൂപ്പിലും എല്ലാം പോകുമായിരുന്നു. അങ്ങനെയാണ് എനിക്ക് പിന്നീട് ദൈവത്തിൻ്റെ വിളി ഉള്ളതായിട്ട് മനസ്സിലാക്കിയിട്ട് കപ്പുച്ചിൻ സഭയിലേക്ക് പോകാൻ ഇടയായത്. എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് ബാർ വ്യവസായത്തിൽ ഒരു ഷെയർ ഉണ്ടായിരുന്നു. അതിൽ 1-2 പ്രാവശ്യം ഞാനും മീറ്റിങ്ങിന് പല പ്രാവശ്യം പോയിട്ടുണ്ട്.
അതിനുശേഷം വീട്ടിലെല്ലാവർക്കും തന്നെ ഒരു തീരുമാനം പോലെ ഉരുത്തിരിഞ്ഞു വന്നു. പ്രാർത്ഥനയുടെയും വചനത്തിൻ്റെയും എല്ലാം അടിസ്ഥാനത്തിൽ ഇത് നല്ലതല്ല എന്നുള്ളൊരു ഒരു ഐഡിയ എല്ലാവരുടെ ഇടയിലും വന്നു. അങ്ങനെ എല്ലാവരും പ്രഷർ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത് അങ്ങനെയാണ് ഈ ബാർ നിർത്തണം എന്നുള്ള ഒരു ഒരു ഐക്യകണ്ഠേന ഒരു ആശയം വന്ന് അങ്ങനെ പതുക്കെ പതുക്കെ എല്ലാത്തിൽ നിന്നും ഓരോ ഇതിന്നും ഇറങ്ങി തിരിക്കാൻ ഇടയായത്. ഫ്രണ്ട്സൊക്കെ പറഞ്ഞു, മക്കളുടെയും ഭാര്യയുടെയും വർത്തമാനങ്ങളൊന്നും കേട്ടിട്ടില്ല, ഇതുകൊണ്ട് പെട്ടെന്ന് ഇത്രയും വരുമാനമുള്ള ഒരു സംഭവം നിർത്തുക എന്ന് പറഞ്ഞത് നിങ്ങൾക്കത് ഇപ്പം മനസ്സിലാവില്ല അതിൻ്റെ കാര്യങ്ങൾ. അന്നത്തെ കാലത്ത് 93-ലൊക്കെ 20,000 രൂപയൊക്കെ വരുമാനം ഒരു മാസം കിട്ടണത്, അത് കളയുമ്പോഴേ നിങ്ങൾക്കത് മനസ്സിലാവുമോ എന്നൊക്കെ പറഞ്ഞു. എങ്കിലും ഞങ്ങൾ തീർത്ത് പറഞ്ഞു അത് നിർത്തിയിട്ട് ഓപ്പറേഷന് പോവാം എന്ന് വിചാരിച്ച്. ഡോക്ടർ പറഞ്ഞു ഇപ്പം നല്ല സമയമാണ് ഹാർട്ടിനൊക്കെ, അതുകൊണ്ട് എത്രയും വേഗം ക്ഷീണം തട്ടുന്നതിന് മുമ്പ് എത്രയും വേഗം ഇപ്പം തന്നെ ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറഞ്ഞത്. അതുകൊണ്ട് മദ്രാസിൽ പോയി ഓപ്പറേഷൻ ചെയ്തു. ആ ഓപ്പറേഷൻ ഒരുവിധം വിജയകരമായി അപ്പോൾ തന്നെ നടന്നു. 9 ദിവസം കൊണ്ട് ഞങ്ങൾ മദ്രാസിൽ നിന്ന് മടങ്ങി. ഞാൻ ചെറുപ്പം മുതലേ ബാറിൻ്റെ മീറ്റിങ്ങുകൾക്ക് പോലും അതായത് സ്കൂളിൽ പഠിക്കുന്ന സമയം തൊട്ട് തന്നെ, അതായത് ഉച്ചവരെ സ്കൂളിൽ പോകും, ഉച്ച കഴിഞ്ഞ് ഡ്രസ്സ് മാറി സ്കൂൾ യൂണിഫോം മാറ്റി വെച്ച് ബാറിൻ്റെ മീറ്റിങ്ങിന് പോകുന്ന ഒരു അവസ്ഥ വരെ എനിക്കുണ്ടായിട്ടുണ്ട്. അങ്ങനെ ബാർ നിർത്തുന്നതിന് തൊട്ട് മുന്നായിട്ട് അവർ, അതായത് ഫാദറിൻ്റെ ഫ്രണ്ട്സ്, അത് മറ്റ് പാർട്ട്നേഴ്സ് എൻ്റെ അടുത്ത് വന്ന് ഇത്രയധികം വരുമാനം കിട്ടുന്ന ഈ ഒരു ബിസിനസ് എന്തിനു നിർത്തണു, നിനക്ക് ഇത്ര പ്രായമല്ലായിട്ടുള്ളൂ, നിനക്ക് ഇതിനെക്കുറിച്ച് പറയാറായിട്ടില്ല. അങ്ങനെ ആ പറഞ്ഞ ഫ്രണ്ട്സ് അടക്കം അധികം നാൾ താമസിക്കാതെ തന്നെ കർത്താവ് എടുത്തു. അപ്പോൾ അതെല്ലാം ഫാദറിന് പറഞ്ഞു കൊടുക്കാൻ എനിക്ക് പറ്റിയിരുന്നു. അതായത് ഇപ്പോൾ ബൈപ്പാസ് സർജറി കഴിഞ്ഞ് 23-24 വർഷമായിട്ട് പോലും ഇപ്പോഴും എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകാത്തക്ക രീതിയിലുള്ള ആരോഗ്യം കൊടുത്തു കർത്താവ്. സാധാരണ നിലയ്ക്ക് ബൈപ്പാസ് സർജറിയുടെ സമയത്ത് പറയാറ് 10 വർഷമാണ് മാക്സിമം ഗ്യാരണ്ടി എന്നാണ് പറയാറ്. ഇത് ഇന്ത്യയിൽ വെച്ച് ചെയ്തിട്ട് തന്നെ ഇപ്പോൾ 24 വർഷമായി കർത്താവിൻ്റെ കൃപയാൽ. ആ ഒരു ബിസിനസ് നിർത്തിയതിൻ്റെ ആ കൃപ കൊണ്ട് മാത്രമാണ് ഇന്നും ജീവിച്ചിരിക്കുന്നത്. ബാറിൻ്റെ പാർട്ട്നേഴ്സിലൊക്കെ ചെയർമാൻമാരായിട്ട് വരുന്നവരൊക്കെ വേഗം വേഗം മരിക്കുന്നത് കണ്ട് പെട്ടെന്ന് തന്നെ 3ാമത്തെ ബാറും വിറ്റു. അത് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ ആയിട്ട് ഞങ്ങൾക്ക് അഭിവൃദ്ധി പ്രാപിക്കുകയും 2ാമത്തെ മകൻ അച്ഛനാവാൻ പഠിക്കുകയും, സീറ്റ്ലി 3ാമത്തെ മകനാണ്, അവൻ ജീസസ് യൂത്തിലും എല്ലാ കാര്യങ്ങളിലും മുൻപന്തിയിൽ പോയി ധ്യാനങ്ങൾ സംഘടിപ്പിക്കലും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും മുൻപന്തിയിൽ പോയി. പിന്നെ അവിടുന്ന് ക്രിസ്ത്യൻ്റെ പ്രോഗ്രാമുകളൊക്കെ എടുത്തു, ധ്യാനങ്ങൾ സംഘടിപ്പിക്കൽ. അത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ഫിയാത്ത് മിഷനിലെ ഭാഗമായി തീർന്നു. അങ്ങനെ ബാർ വിറ്റതുകൊണ്ട് ഓരോ കാര്യങ്ങളിലും അഭിവൃദ്ധി പ്രാപിക്കുകയും 23ാമത്തെ വർഷമാണ് ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് യാതൊരു കംപ്ലൈൻറ്റുകളില്ലാണ്ട് ഒരു അസുഖങ്ങളില്ലാണ്ട് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നിർത്താനായിട്ടുള്ള കൺക്ലൂഷനിൽ എത്താണ്ടായിട്ട് പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഫാദറിൻ്റെ കൂടെ ഷെയർ ആയിരുന്ന വ്യക്തികൾ, 45 വയസ്സായ ഒരു വ്യക്തി മരിച്ചു. അതിൻ്റെ ഇടയ്ക്ക് അങ്ങനെ പലരും മരിക്കുന്നതായിട്ട് കണ്ടു. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കാൻ സാധിച്ചത്, ഞങ്ങളുടെ ഈ ഒരു ഷെയർ ഹോൾഡേഴ്സിൽ തന്നെ അല്ലെങ്കിൽ മറ്റ് ബാർ ഉടമകളുടെ മക്കളുടെ വിവാഹം നടക്കാതിരിക്കുക, അല്ലെങ്കിൽ നെക്സ്റ്റ് ജനറേഷനിൽ മക്കൾക്ക് അംഗവൈകല്യങ്ങൾ, സാമ്പത്തികമായിട്ട് കുറേ ഉണ്ടെങ്കിലും പോലും പെൺമക്കളുടെ കല്യാണം നടക്കാതിരിക്കുക. അങ്ങനെ ബാറോ അല്ലെങ്കിൽ അത് ആ ഒരു മദ്യമായിട്ടോ അല്ലെങ്കിൽ മറ്റ് ലഹരി പദാർത്ഥങ്ങളുമായിട്ട് ബിസിനസ് ചെയ്യുന്ന വ്യക്തികളുടെ ഭവനങ്ങളിൽ ഇങ്ങനെ പല പ്രശ്നങ്ങൾ കാണാൻ സാധിച്ചു. ഞങ്ങൾ മദ്യവ്യവസായത്തിൽ നിന്ന് തിരിഞ്ഞതിന് ശേഷം ആധ്യാത്മികമായിട്ടും പ്രത്യേകിച്ച് ഭൗതികമായിട്ടും എല്ലാം ഞങ്ങൾക്ക് ഒത്തിരി അഭിവൃദ്ധി ഉണ്ടായി. ഞങ്ങൾ പുതിയൊരു കട തുടങ്ങാനിടയായി. അതിനുശേഷം ഞങ്ങൾ മിഷൻ പ്രവർത്തനങ്ങളിൽ, പ്രത്യേകിച്ച് എൻ്റെ അനുജൻ സീറ്റ്ലി മിഷൻ പ്രവർത്തനത്തിൽ താല്പര്യമായിട്ട് കുറച്ച് നാളത്തേക്ക് വാരണാസിയിലെ സാന്ത്വനയിൽ പോകാനിടയായി. അവിടുത്തെ മിഷൻ എക്സ്പീരിയൻസ് കഴിഞ്ഞ് തിരിച്ചു വന്നു. അതിനുശേഷം ഞാനൊരു വർഷത്തേക്ക് മിഷൻ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് വാരണാസിക്ക് പോയിരുന്നു. അതിൽ നിന്നും ഉരുത്തിരിഞ്ഞ് അതും ആ സമയത്തുണ്ടായ ദൈവവിളിയുടെ പ്രചോദനം ഉൾക്കൊണ്ട് കണ്ടാണ് ഞാൻ
കപ്പൂച്ചിൻ സഭയിൽ അംഗമാകാൻ ഇടയായത്. സീറ്റ്ലി പിന്നീട് ധ്യാനങ്ങൾക്കും ജീസസ് യൂത്ത് പ്രവർത്തനങ്ങൾക്കുമെല്ലാം വളരെയധികം പ്രയത്നിച്ചിരുന്നു. അതിൻ്റെ എല്ലാ കാര്യങ്ങളിലും, അതിൻ്റെ ഓർഗനൈസേഷനാണെങ്കിലും, അല്ലെങ്കിൽ ഭക്ഷണം പാകം ചെയ്യാനാണെങ്കിലും, അല്ലെങ്കിൽ ധ്യാനത്തിന് ആൾക്കാരെ കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് ബസ് പിടിച്ച് എന്നെ പലരെയും ധ്യാനത്തിന് വിടാനും ഒക്കെ പ്രയത്നിച്ചിരുന്നു. പിന്നീട് സീറ്റ്ലിക്കൊരു പ്രത്യേകമായിട്ടുള്ളൊരു പ്രചോദനം ലഭിച്ചുകൊണ്ട് കച്ചവടം ചെയ്തിരുന്ന സീറ്റ്ലി അത് നിർത്തിയിട്ട് പിന്നീട് ഫുൾ ടൈമറായിട്ട് പ്രവർത്തിക്കാനൊരു തീരുമാനമെടുത്തു. അതിൽ നിന്ന് ആ സമയത്ത് അവർക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. കാരണം കുടുംബം, ഫാമിലി, അതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ, അതിൻ്റെ ഇടയിൽ നിന്നാണ് ദൈവത്തിൽ നിന്നുള്ള പ്രചോദനം ലഭിച്ചുകൊണ്ട് സീറ്റ്ലി ഫിയാത്ത് മിഷന് ഇറങ്ങിത്തിരിച്ചത്. ഇപ്പോൾ ഫിയാത്ത് മിഷനിലൂടെ ഒത്തിരി അനേകായിരങ്ങൾക്ക് യേശുവിൻ്റെ വചനം എത്തിക്കാനായിട്ട് പരിശ്രമിക്കുന്നു. വചനം കേൾക്കാത്ത വ്യക്തികളിലേക്ക് ബൈബിളിൻ്റെ സന്ദേശം അതാത് ഭാഷകളിൽ എത്തിക്കുവാനായിട്ട് സീറ്റ്ലി ഉൾപ്പെടുന്ന ഫിയാത്ത് മിഷൻ വഴി സാധിക്കുന്നുണ്ട്. എൻ്റെ പേര് പോൾ എന്നാണ്. എൻ്റെ വീട് ഇവിടെ ഫൊറോനപ്പള്ളിയുടെ അടുത്ത് വിൻസെൻ്റ് പോൾ ഹോസ്പിറ്റലിന് അടുത്താണ്. ഞാൻ 85-ലാണ് നവീകരണ ധ്യാനത്തിൽ ഇതുപോലൊരു ഓണ വെക്കേഷനിലെ സമയത്ത് പള്ളിയിൽ നടക്കുന്ന ധ്യാനത്തിനാണ് ഞാൻ പങ്കെടുത്തത്. അതിനുശേഷം ഞാൻ പ്രെയർ ഗ്രൂപ്പിൽ പള്ളിയിൽ പതിവായിട്ട് പോവാറുണ്ട്. അപ്പോൾ സീറ്റ്ലിയുടെയും ബേറ്റ്ലിയുടെയും അമ്മയും പ്രെയർ ഗ്രൂപ്പും ഒക്കെ അന്ന് കാലത്ത് വന്നായിരുന്നു. അപ്പോൾ മക്കളന്ന് പഠിക്കുന്നവരാണ്. അപ്പോൾ അവർ കോളേജിലും സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ അവർ നവീകരണത്തിൽ കടന്നു വരാൻ വേണ്ടി പലപ്പോഴും ഞങ്ങളോട് പ്രാർത്ഥിക്കാൻ പറയാറുണ്ട്. അങ്ങനെ ഞാൻ ജീസസ് യൂത്തിൻ്റെ ആദ്യത്തെ കോൺഫറൻസ് 85-ൽ നടക്കുമ്പോൾ അതിൽ ഞാൻ പങ്കെടുത്തിട്ടുള്ള ആളാണ്. 85 മുതൽ ജീസസ് യൂത്ത് മെമ്പറാണ്. അങ്ങനെ ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവർ 88-ൽ നവീകരണത്തിലേക്ക് കടന്നു വന്നു. ആ കാലഘട്ടങ്ങളിൽ ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അതിന് ശേഷം അവരുടെ വീടിൻ്റെ മുകളിലുള്ള റൂമിൽ ഞങ്ങൾ പ്രയർ ഗ്രൂപ്പ് തന്നെ കൂടാറുണ്ട്. ജാഗരണ പ്രാർത്ഥനയൊക്കെ എല്ലാ ശനിയാഴ്ചകളിലും ഞങ്ങൾ കുറച്ച് ജീസസ് യൂത്ത് ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കാറുണ്ട്. ആ അവസരങ്ങളിലെല്ലാം സീറ്റിലും ബേറ്റിലും പറയാറുണ്ട്. ഫാദർ അവരുടെ ഫാമിലി പലരും ബാറിലെ ഷെയർ ഹോൾഡേഴ്സാണ് അവിടെ. അപ്പോൾ അതുകൊണ്ട് അവർ ആ ഷെയർ ഹോൾഡേഴ്സിൽ നിന്നും പിന്തിരിയാൻ വേണ്ടിയിട്ട്, അതിൻ്റെ പങ്കാളിത്തത്തിൽ നിന്ന് ഒഴിയാൻ വേണ്ടിയിട്ട് ഞങ്ങളോട് പ്രാർത്ഥിക്കാൻ പറയാറുണ്ട്. അങ്ങനെ അതിൻ്റെ ഫലമായിട്ട് അന്നോണം ജോർജേട്ടനും സീറ്റയുടെ അപ്പച്ചൻ ജോർജേട്ടനും എല്ലാം ഷെയർ അതിൽ നിന്ന് വിറ്റു. ഷെയറിൻ്റെ ഉടമസ്ഥയൊക്കെ അവർ വിറ്റു. അതുകൊണ്ട് അവർക്ക് അത് വളരെയധികം സന്തോഷമായി. അങ്ങനെ അതുകൊണ്ട് അവരുടെ കുടുംബത്തിന് തന്നെ വളരെയധികം നന്മകൾ കൈവന്നിട്ടുണ്ട്. ഒരു മകൻ സീറ്റ്ലി ബാറ്റ്ലി അച്ഛനായി. താഴെയുള്ള മകനാണ് സീറ്റ്ലി. അവൻ നവീകരണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായ മിഷൻ തന്നെ തിരഞ്ഞെടുത്തു. ആ കാലഘട്ടങ്ങളിൽ ജീസസ് യൂത്തിൻ്റെ ഏറ്റവും വലിയ വിഷനായിരുന്നു മിഷനിൽ പ്രവർത്തിക്കുക എന്നുള്ളത്. ആ കാലഘട്ടത്തിൽ തന്നെ ഈ ജീസസ് യൂത്തിൻ്റെ പല കോൺഫറൻസുകളും കൺവെൻഷനുകളൊക്കെ നടക്കുമ്പോഴും സീറ്റ്ലിയാണ് അതിൻ്റെ ഫുഡിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും വളരെ മനോഹരമായിട്ട് അതെല്ലാം കൈകാര്യം ചെയ്യുന്നതും ഓരോ വളരെ രുചികരമായ ഭക്ഷണം പാകം ചെയ്യാനും ദൈവം അതിന് പ്രത്യേകം അനുഗ്രഹിച്ചിട്ടുണ്ട്. എത്ര ആൾക്കാർ കൂടുന്ന ധ്യാനങ്ങളായാലും കൺവെൻഷനുകളായാലും വളരെ മനോഹരമായിട്ട് ഭക്ഷണം പാകം ചെയ്യുവാനും അത് വളരെ രുചികരമായിട്ട് ഒന്നിനും കുറവില്ലാതെ തന്നെ ആ ധ്യാനങ്ങളും കൺവെൻഷനുകളും അത് ചെയ്തു പോന്നിരുന്നു. ബാറ്റ്ലി കപ്പൂച്ചിൻ വൈദികനായി വളരെ പ്രായം ചെന്നിട്ട് ബിസിനസ്സിൽ തുടർന്നതിന് ശേഷമാണ് ആളുടെ വിളി അതല്ല എന്ന് മനസ്സിലായിട്ട് ബാങ്ക് ജോലി
റിസൈൻ ചെയ്തിട്ട് ആൾ വൈദികനാവാനായിട്ട് പോയി പഠിച്ച് അങ്ങനെ വളരെ 36-ാം വയസ്സിലെന്ന് തോന്നുന്നു വൈദികനായി കപ്പുച്ച മദീനയിൽ ഇന്ന് സേവനം ചെയ്യുന്നു. സീറ്റ്ലി ആണെങ്കിൽ തന്നെ വളരെ മനോഹരമായിട്ട് 2007 തുടങ്ങിയ ഒരു മിഷൻ പ്രവർത്തനമാണ്. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് മിഷൻ പ്രവർത്തനം വളരെ മനോഹരമായിട്ട് ചെയ്തു പോരുന്നു. 4 മിനിസ്ട്രികളാണ് ഈ ഫിയാത്ത് മിഷൻ എന്ന മിഷനിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കണ്ടമാലിലും അവിടെയുള്ള വലിയ കലാപം നടക്കുന്ന സമയത്ത് പോലും അവിടെ പോയി മധ്യസ്ഥ പ്രാർത്ഥന നടത്തുവാനും അവിടെയുള്ള വൈദികരെയും ക്രൈസ്തവർക്കെല്ലാം വളരെ ധൈര്യം പകർന്നു കൊടുക്കുവാനും ആ മധ്യസ്ഥ പ്രാർത്ഥന മുഖേന അവർക്ക് അതിന് സാധിച്ചിട്ടുണ്ട്. അത് വളരെയധികം പ്രചോദനമായി. പിന്നെ മധ്യസ്ഥ പ്രാർത്ഥന കൂടാതെ ധ്യാനങ്ങൾ സംഘടിപ്പിക്കുവാനും പിന്നീട് ട്രെയിനിങ്, ബൈബിൾ പ്രിൻറ്റിങ് മിനിസ്ട്രി തന്നെ ആരംഭിച്ച ഇന്ന് ഇപ്പോൾ 12 ഭാഷകളിൽ ആയിട്ട് ബൈബിൾ പ്രിൻറ്റിങ് നടന്നുകൊണ്ടിരിക്കുന്നു. വളരെ വില കുറച്ചാണ് നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ബൈബിൾ വിതരണം ചെയ്യുന്നത്. ലോകത്തിൻ്റെ അതിർത്തികൾ വരെ പോയി നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രഘോഷിക്കുവാനുള്ള ആ ദൈവത്തിൻ്റെ വിളി സ്വീകരിച്ച് ഇന്നിപ്പോൾ ആഫ്രിക്കയിലും മഡഗാസ്കർ, കെനിയ, സാംബിയ തുടങ്ങിയ രാഷ്ട്രങ്ങളിൽ പോലും വളരെ കുറഞ്ഞ ചെലവിൽ ബൈബിൾ പ്രിൻറ്റിങ് ചെയ്യുവാനായിട്ട് ഉള്ള ശ്രമം നടന്നു വരികയാണ്. $17 ആണ് ഇംഗ്ലീഷ് ബൈബിൾ അവർക്ക് ലഭിക്കുക. ഫിയാത്ത് മിഷൻ അത് വെറും $2 അവർക്ക് കൊടുക്കുവാനുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാറിൻ്റെ ആ അസ്വസ്ഥതകളെല്ലാം മാറിയപ്പോൾ തന്നെ ആ കുടുംബത്തിനും വളരെയധികം സന്തോഷവും സമാധാനം കൈവന്നിരിക്കുകയാണ്. ഞങ്ങൾ അപ്പനും അമ്മയും ഞങ്ങൾ 4 മക്കളും അവരുടെ മക്കളും എല്ലാം സുവർണ ജൂബിലി ആഘോഷത്തിനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇത് ആറ്റ്ലി, അദ്ദേഹം കാനഡയിലെ ഡെൻറ്റിസ്റ്റാണ്. ഇത് സീറ്റ്ലി ഫിയാത്ത് മിഷൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നു. ഡെസ്ലി കച്ചവടമായിട്ടും അതുപോലെ വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കുന്ന ഡെസ്ലിയാണ്. 50 വർഷത്തെ വിവാഹ ജീവിതത്തിന് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് വിശുദ്ധ ബലിയിൽ ഞങ്ങൾ പങ്കുചേർന്നു ഞായറാഴ്ച. അതിനുശേഷം പേരക്കുട്ടികളും എല്ലാം കലാപരിപാടികൾ നടത്തി. മാതാപിതാക്കളുടെ മിത്രങ്ങളെയും അവരുടെ ബന്ധുക്കളെയെല്ലാം വിളിച്ചു ചേർത്തു. വളരെ സന്തോഷത്തിൻ്റെ ഒരു കൂട്ടായ്മയുടെ ഒരു അവസരമായിരുന്നു അത്. കഴിഞ്ഞുപോയ 50 വർഷത്തെക്കുറിച്ച് ഓർത്ത് ദൈവത്തിന് നന്ദി പറയാനും ഞങ്ങളെല്ലാവരും പല സ്ഥലങ്ങളിൽ ഇപ്പോൾ സീറ്റ്ലി സുവിശേഷ പ്രഘോഷണമായിട്ട് പലപ്പോഴും പുറത്തു പോകാറുണ്ട്. ഞാൻ ഉത്തർപ്രദേശിലെ ഗാസിയാബാദിലാണ്, മൂത്ത ചേട്ടൻ ആറ്റ്ലി കാനഡയിലാണ്. എല്ലാവരും ഒത്തുചേർന്ന് സന്തോഷത്തിൻ്റെ കൂട്ടായ്മയുടെ ഒരു സമയമായിരുന്നു ഈ ദിവസങ്ങൾ. മേലെ മാനത്തെ ഈശോയെ ഒന്ന് വരാമോ, ഈശോയെ 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 ഈലേ മാനത്തെ ഈശോയെ ഒന്ന് വരാമോ, ഈശോയെ കാണാ കണ്ണിൽ കൗതുകം പാകുന്ന സ്വർഗത്തിൽ ലാവണ്യവേ സേവോദാരൻ ജീവൻ വാറുന്ന പൊന്നീശു തമ്പുരാനേ മേലെ മായത്തെ ഈശോയെ ഒന്ന് വരാമോ, ഈശോയെ കാണാ കണ്ണീർ കൗതുകം പാകുന്ന സ്വർഗത്തിൽ ജീവനിൽ വാറുന്ന പൊന്നീശു തമ്പുരാനേ. എൻ്റെ പേര് ഡെസ്ലി. ഞാൻ ഈ വീട്ടിൽ താമസിക്കുന്നത്. ഇവിടെ അപ്പനമ്മയും എൻ്റെ കൂടെയാണ് താമസിക്കുന്നത്. ഞങ്ങളിവിടെ 2 വർഷത്തിലൊരിക്കൽ ഒന്ന് ചേർന്ന് ഞങ്ങൾ കുടുംബമൊക്കെ ഇവിടെ നല്ല സന്തോഷമായിട്ട് നീങ്ങുന്നുണ്ട്. മൂത്ത ചേട്ടൻ ആറ്റ്ലി കാനഡയിൽ നിന്ന് വരും. അപ്പോൾ ആ സമയത്ത് കണക്കാക്കി അതിനനുസരിച്ച് ബാറ്റിലെത്തും. അങ്ങനെ എല്ലാവരും കൂടി ഒരു സന്തോഷമായിട്ടുള്ള സംഭവമാണ്. ഞാൻ എൻ്റെ കൂടെ ഭാര്യയുണ്ട്, 3 കുട്ടികളുണ്ട്. പിന്നെ ചെറുപ്പം മുതലേ നല്ല ഭക്തിപരമായിട്ട് വന്ന കാരണം
ഈ ആ അന്തരീക്ഷമൊക്കെ ഈ കുടുംബങ്ങളിലുണ്ട്. എല്ലാ മക്കളിലും അത് പകർന്നു കിട്ടിയിട്ടുണ്ട്. ഈ പ്രായത്തിൽ ഇത്രയും വയസ്സായിട്ട് കൂടി ഡെയിലി രണ്ടാമത്തെ കുർബാനയ്ക്ക് അപ്പനമ്മയും ഒന്നിച്ച് കുർബാനയ്ക്ക് പോകും. അതുതന്നെ ഒരു ഐശ്വര്യമാണ് ഈ കുടുംബത്തിൻ്റെ. ഞങ്ങളെല്ലാവരും അപ്പൻ്റെ അമ്മയുടെയും സുവർണ ജൂബിലി വിവാഹത്തിൻ്റെ സുവർണ ജൂബിലി ആഘോഷത്തിനായിട്ട് എത്തിച്ചേർന്നിരിക്കുകയാണ്. വളരെ സന്തോഷത്തിൻ്റെയും കൂട്ടായ്മയുടെയും ഒരു സമയമാണ്. ഇവരെ തന്നെ ഇവരുടെ കുടുംബങ്ങളെ പരിചയപ്പെടുത്തി തരും. ഞാൻ ആറ്റ്ലി, ഇത് ഭാര്യ പ്രീത. എനിക്ക് 2 മക്കളാണ്. മൂത്ത ആൾ വന്നിട്ടില്ല, അവൻ്റെ പേര് ബ്രയൻ. ഇത് ബെലിൻഡ. ഞാൻ മൂന്നാമത്തെ മകൻ സീറ്റ്ലി, വൈഫ് ബെറ്റ്സി, മൂത്ത മകള് എലിസബത്ത്, മൂത്ത മകൻ ജോർജ്, പിന്നെ വർഗീസ്, പാട്രിക്, റാൽഫ്. ഞാൻ ഡെസ്ലി, എൻ്റെ വൈഫ് ജാനിസ്, മൂത്ത മകള് എൽസ, രണ്ടാമത്തെ ജോർജിയോ, ഇത് ജെയ്ഡൻ. ഞങ്ങളുടെ ഇടയിൽ ഈ സമൂഹത്തിൽ തന്നെ ഞങ്ങളുടെ വീടിനടുത്ത് തന്നെ പല വീടുകളിലും മദ്യപാനം മൂലമുള്ള ബുദ്ധിമുട്ടുകൾ ഞാൻ കാണേണ്ടതായിട്ടുണ്ട്. ഞങ്ങളും അത് കാണേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ബാർ നടത്തുന്നത് ഒരു കണ്ണുനീരിൻ്റെ ലാഭമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത്. അതുകൊണ്ട് തന്നെ അത് നിർത്തണമെന്നുള്ളൊരു താല്പര്യം എല്ലാവരുടെ ഇടയിലും വന്നു. പല വീടുകളിലും പല ഭവനങ്ങളിലും മദ്യപാനം മൂലം കണ്ണീര് കുടിക്കുന്ന ഭാര്യയും മക്കളും കുടുംബാംഗങ്ങളും നമ്മൾ കാണാനിടയായിട്ടുണ്ട്. അത് ഞങ്ങളുടെ ഇടയിൽ ഒരു കണ്ണുനീരിൻ്റെ ലാഭമായിട്ട് തോന്നി. അതുകൊണ്ടാണ് ഞങ്ങളത് നിർത്താനായിട്ട് ഞങ്ങൾക്ക് പ്രചോദനം ലഭിച്ചത്. ഈ ബിസിനസ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ, അതായത് ബാറിൻ്റെ അല്ല മറ്റെല്ലാ ബാർ നിർത്തി മറ്റ് ബിസിനസ് ചെയ്യുന്ന സമയത്ത് ബിസിനസ്സിനിടയ്ക്ക് ചില സമയങ്ങളിൽ സാമ്പത്തികമായിട്ടുള്ള ക്രൈസിസ് ഉണ്ടാകാറുണ്ട്. ചില ടൈറ്റുകളൊക്കെ വരുമ്പോൾ ഫാദറിൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും പറയും, ഇന്ന് അതുണ്ടായിരുന്നെങ്കിൽ, ബാറുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ എന്തുമാത്രം പൈസ നമ്മുടെ കയ്യിലുണ്ടായേനെ. പക്ഷേ ഒരാളുടെ കയ്യിൽ പോലും, അതായത് ബാർ നടത്തുന്ന ഒരാളുടെ കയ്യിൽ പോലും 2 ജനറേഷൻ വരെ ഈ ബാറിലൂടെ സമ്പാദിച്ചിട്ടുള്ള ഒന്നും ഉപകരിച്ചിട്ടില്ല. പല കേസുകളിലും നെക്സ്റ്റ് ജനറേഷന് പോലും കൈമാറാൻ സാധിച്ചിട്ടില്ല ബാറിലൂടെ സമ്പാദിച്ച പൈസ. അല്ലെങ്കിൽ മറ്റ് ലഹരി പദാർത്ഥങ്ങൾ വിറ്റ് സമ്പാദിച്ച പൈസ അടുത്ത ജനറേഷൻ്റെ കയ്യിൽ പോലും കൊടുക്കാൻ പറ്റാതെ പോയിട്ടുണ്ട്. Spirit of God, rain down. Spirit of God, rain down. Let the power follow me. Oh, Spirit of God, power follow me. Spirit all of me. I sing rain down, down, rain down in my life, more rain down. Down rain, Spirit of God, rain down. Down rain, down in my life, more rain down. Down rain, Spirit of God.